വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ വെച്ച് നടന്ന പാപ്പായുടെ ഒരു പൊതുസദസ്സിൽ നടന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പാപ്പായ്ക്കും വിശ്വാസികൾക്കും മുൻപിലായി അവതരിപ്പിച്ച ഒരു സർക്കസാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ. ആനകളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചായിരുന്നു ഇത് നടത്തിയത്. കണ്ടാൽ ഒറിജിനൽ എന്ന് തോന്നുമെങ്കിലും ഒറിജിനലിനെ വെല്ലുന്ന റോബോട്ടിക് ആനകളെ ഉപയോഗിച്ച് നടത്തിയ സർക്കസ് പാപ്പായ്ക്കും വിശ്വാസികൾക്കും ഒരു അത്ഭുത കാഴ്ചയായി. അതിൽ ഒരു റോബോട്ടിക് ആനയുടെ തുമ്പിക്കൈയിൽ കൗതുകത്തോടെ തൊടുന്ന പാപ്പായുടെ ചിത്രങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലിയോ 10-ാമൻ പാപ്പായുടെ വളർത്തുമൃഗവും വത്തിക്കാൻ പൂന്തോട്ടത്തിൽ പാർപ്പിച്ചിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൽബിനോ ആനയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഈ നിമിഷം. അനോൻ എന്നായിരുന്നു ഈ ആനയുടെ പേര്. അക്കാലത്ത് പോർച്ചുഗീസ് രാജാവായിരുന്ന മാനുവലിൻ്റെ സമ്മാനമായിരുന്നു ആ ആന എന്ന് ദി വത്തിക്കാൻ ആസ് ഇറ്റ് ഹാസ് നെവർ ബീൻ ടോൾഡ് യു എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് വത്തിക്കാനിലേക്ക് കൊണ്ടുവന്ന ആനയെ കാണുവാനായി നിരവധി ആളുകൾ തെരുവുകളിൽ തിങ്ങി നിറഞ്ഞിരുന്നതായും അന്ന് പരിശീലകൻ്റെ നിർദ്ദേശപ്രകാരം പാപ്പായെ ആന 3 തവണ മുട്ടുകുത്തി വണങ്ങിയതിനെക്കുറിച്ചും പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷം ആനിന പെക്ടോറിസ് ബാധിച്ചായിരുന്നു ആന ചത്തത്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വടക്കുള്ള കെട്ടിട സമുച്ചയമായ കോർട്ടൈൽ ഡെൽ ബെൽവെഡറയിലാണ് ജഡം സംസ്കരിച്ചത്.